ഹായ് ഓൾ, എവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന VFA, ബെവ്കോ LD, കമ്പനി ബോർഡ് LGS ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് ആവശ്യമായ സിലബസിൽ പ്രതിപാദിക്കുന്ന ഹിസ്റ്ററി അഥവാ ചരിത്രം എന്ന ഭാഗത്ത് നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങൾ 2025 ഈ മാസം വരെ ചോദിച്ച ചോദ്യങ്ങളും അവയിൽ നിന്നുള്ള വിശദീകരണങ്ങളുമാണ്. ആദ്യം തന്നെ പറയട്ടെ, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി എന്നിങ്ങനെയാണല്ലോ സിലബസിൽ കൃത്യമായി പറയുന്നത്. ലോക ചരിത്രം, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഈ സെഷനില് ഒരു ചോദ്യം ലോക ചരിത്രം, മറ്റൊന്ന് ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം എന്ന രീതിയിലായിരിക്കും. സോ 3 ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ, അവയുടെ വിശദീകരണങ്ങൾ എന്ന രീതിയിൽ കൃത്യമായി ഫോളോ ചെയ്തു പോവുക. ആ പരീക്ഷകളിലേക്ക് തയ്യാറെടുക്കുന്നവർക്ക്, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു റഫറൻസ് ആയിരിക്കും എന്നൊരു ഉറപ്പ് തരികയാണ്. ഓക്കെ, കൃത്യമായി സമയം മുന്നോട്ട് പോകുന്നു. നോക്കുക, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി, വേൾഡ്, ഇന്ത്യ ആൻഡ് കേരളയാണ്. സോ ആദ്യത്തെ ചോദ്യമാണ്, ഈ വർഷം നടന്ന 102/2025 എന്നതാണ് ചോദ്യപേപ്പർ. അതായത് നമുക്കറിയാം, ഇപ്പോ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ 2ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. 102/2025 ചോദ്യത്തിൽ നിന്ന് തുടങ്ങുന്നു. ചോദ്യം ഇങ്ങനെയാണ്, വളരെ പ്രധാനപ്പെട്ട, സ്ഥിരമായി ആവർത്തിക്കുന്ന, വലിയ പ്രാധാന്യമുള്ള ഒരു ചോദ്യം തന്നെ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ശ്രദ്ധിച്ചേ, ആ ചോദ്യം കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്തേ. പഞ്ചശീല തത്വങ്ങൾ അഥവാ നമുക്ക് നോക്കാം. ഇന്ത്യ ശ്രീലങ്ക, ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ ചൈന. ക്ലിയർ ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യ ചൈന. ഇന്ത്യ ചൈന. ചൈനയും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ്, കരാറാണ് ഇത്. പഞ്ചശീല തത്വങ്ങൾ. നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ശ്രദ്ധിച്ചോളുക, വെരി വെരി ഇമ്പോർട്ടന്റ്. അതായത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രീമിയർ ആയിരുന്ന ചൗ എൻ ലായ്, ആ പേര് ശ്രദ്ധിക്ക്. ചില എക്സാമിന് ഈ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചതുപോലെ ആരൊക്കെയാണ് ഒപ്പുവെച്ചതെന്ന് എക്സാമിന് മുൻവർഷ ചോദ്യമാണ്. ജവഹർലാൽ നെഹ്റു, ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു എന്ന പ്രധാനമന്ത്രിയും ചൈനയുടെ പ്രീമിയർ ആയിട്ടുള്ള ചൗ എൻ ലായും ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഏത്? പഞ്ചശീല തത്വങ്ങൾ. ശ്രദ്ധിച്ചേ, വർഷം മാസം ഡേറ്റ് നോട്ട് ചെയ്യുക, എഴുതി പഠിക്കുക. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954 ഏപ്രിൽ മാസം 29-ാം തീയതിയാണ്. എഴുതി പഠിക്കുക. പഞ്ചശീല തത്വങ്ങൾ 1954 ഏപ്രിൽ മാസം 29-ാം തീയതി. തെറ്റിക്കേ ചെയ്യരുത്. വെരി വെരി ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. ഓക്കെ, മുന്നോട്ട് പോകാം. ശ്രദ്ധിച്ചോളുക. ഓക്കെ, ഇനി ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പാഠപുസ്തകത്തിൽ ഉൾപ്പെടെ SCERT ടെക്സ്റ്റ്, NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഉൾപ്പെടെ കൃത്യമായ ഒരു ബോക്സിൽ എന്തായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഉടമ്പടിക്ക് ആധാരമായ ആ 5 പ്രിൻസിപ്പിൾസ് എന്നുകൂടി അറിഞ്ഞു വെക്കണം. ചോദിച്ച ചോദ്യമാണ്. മാത്രവുമല്ല, ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യകാലങ്ങളിൽ നല്ല സൗഹൃദ ബന്ധമായിരുന്നു. ഇന്ത്യ ചൈന, ഭായ് ഭായ് എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിരുന്നു എന്ന് നമുക്കറിയാം. സോ ഈ 5 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പഞ്ചശീല തത്വങ്ങൾ, ഓരോന്നായിട്ട് 5 തത്വങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ശ്രദ്ധിക്കുക, വളരെ റെലവന്റ് ആണ്. ഇന്നത്തെ പോലും ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ നോക്കിക്കേ. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. നമുക്കറിയാം, അയൽ രാജ്യങ്ങളാണ് താരതമ്യേന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ തന്നെയാണ്. സാമ്പത്തികമായും അല്ലാതെയും വലിയ പ്രാധാന്യമുള്ള 2 രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും.
സോ കൃത്യമായി പറയുമ്പോൾ പരസ്പരം എന്ത് ചെയ്യണം? രണ്ടുപേരുടെയും പരമാധികാരത്തെ, സോവറിനിറ്റിയെ അംഗീകരിക്കുക. പരസ്പരം അതിർത്തിയും പരമാധികാരവും അംഗീകരിക്കുക. പക്ഷെ നമുക്കറിയാം ഇന്ന് റീസെന്റ് അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട് നിലവിൽ കറണ്ട് സിനിയോറിയയിൽ എന്താണ്? ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനെ റീസെന്റ് ചൈന പുറത്തിറക്കിയ മാപ്പിൽ അവരുടെ പ്രദേശമായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതൊരു എക്സാമിന് ചോദിച്ചല്ലേ, അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടാണ് റീസെന്റ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിപരമായ പ്രശ്നങ്ങൾ നടന്നത് എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് നോക്കാം. എന്നാൽ അന്ന് 1954 ഏപ്രിൽ 29 നെഹ്റുവും ചൗൻലായും ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിലെ ഒന്നാമത്തെ പോയിന്റ് പരസ്പരം അതിർത്തികളും പരമാധികാരവും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. രണ്ടാമത് പരസ്പരം ആക്രമിക്കാതിരിക്കുക. സത്യമായും എത്ര മഹത്തരമായ പോയിന്റുകളാണല്ലേ. പരസ്പരം എന്ത് ചെയ്യുക? പരമാധികാരത്തെ അംഗീകരിക്കുക, അതിർത്തികളെ അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അടി ഉണ്ടാക്കണ്ട. മൂന്നാമത്തെ പോയിന്റ് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. നോക്കിയേ, നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചൈനയ്ക്കും അവരുടേതായ ഒരുപാട് കാര്യങ്ങൾ അവരുടെ രാജ്യത്തിനുള്ളിൽ ഉണ്ടാവും. അതിൽ കയറി നമ്മൾ എന്തിനിടപെടണം? ഇടപെടാൻ പാടില്ല. 3 പോയിന്റുകളും വളരെ റെലവന്റ് ആണ്. പരസ്പരം ആക്രമിക്കാതിരിക്കുക, പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, പരസ്പരം പരമാധികാരത്തെയും അതിർത്തിയെയും അംഗീകരിക്കുക. ക്ലിയർ ആണോ? പരസ്പരം ആക്രമിക്കാതിരിക്കുക, പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അതുപോലെ തന്നെ പരമാധികാരത്തെയും അതിർത്തിയെയും പരസ്പരം അംഗീകരിക്കുക. 2 പോയിന്റുകളാവുമ്പോൾ 5 തത്വങ്ങൾ അവസാനിക്കും. നാലാമതായി പറയുന്നു പരസ്പരം സഹായവും പുലർത്തുക. അതായത് പരസ്പരം സഹായിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, പരസ്പരം സഹായിക്കുക എന്ന് പറയുന്നു. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. പരസ്പരം സഹായിക്കുക, സമാധാനപരമായ സഹവർത്തിത്വം, പരസ്പരം പീസ്ഫുള്ളി ഉള്ളൊരു കോ എക്സിസ്റ്റൻസ് മുന്നോട്ട് കൊണ്ടുപോവുക. സോ 1954 ഏപ്രിൽ മാസം 29 ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു, ചൈനയ്ക്ക് വേണ്ടി ചൗ എൻ ലായ് എന്നിവർ ഒപ്പുവെച്ച, ഇന്ത്യയും ചൈനയും ഒപ്പുവെച്ച ഉടമ്പടിയാണ് പഞ്ചശീല തത്വങ്ങൾ. അതിലെ 5 തത്വങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പരസ്പരം സഹായിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, സമാധാനപരമായ സഹവർത്തിത്വം, പരമാധികാരത്തെയും അതിർത്തിയെയും അംഗീകരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. വളരെ വളരെ എളുപ്പത്തിൽ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം പിന്നീട് ഇന്ത്യ ആദ്യമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ യുദ്ധം 1962 ആണല്ലേ. 1962 1962 ഇന്ത്യ ചൈന യുദ്ധം, ഇന്ത്യ ചൈന വാർ 62. നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഭരണഘടനയിൽ പറയുമ്പോൾ ആർട്ടിക്കിൾ 352 ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ഏതാ? നമുക്കറിയാം 62 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് 62 ആദ്യത്തെ നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥ 352 പ്രഖ്യാപിക്കുന്നത് 62 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്നാണ്. ഓക്കെ, മുന്നോട്ട് പോകുന്നു. ക്ലിയർ ആണ്. ഇതിപ്പോ നമുക്ക് ചോദിച്ചത് കുറെ കൂടി ഒരു ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ, അതേസമയം കുറെ കൂടി ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് എന്നുള്ളൊരു ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ്. എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ചോദ്യമാണ്. ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ PSCയുടെ സിലബസിൽ പ്രതിപാദിക്കുന്ന വേൾഡ് റെവല്യൂഷൻസ് അഥവാ ലോക വിപ്ലവങ്ങൾ വളരെ പ്രാധാന്യമുള്ള, സ്ഥിരമായി ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങളുള്ള ഒരു ഭാഗമാണ്. പ്രധാനമായും ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ഇന്ന് നമ്മുടെ ലോകരാജ്യങ്ങൾ ഇന്നീ കാണുന്ന രീതിയിലേക്ക് കെട്ടിപ്പടുക്കാൻ കാരണമായ വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ രാജ്യങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പോരാട്ടങ്ങളെ പറ്റി പറയുന്ന ഒരു ഭാഗം. പ്രധാനമായും അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, മഹത്തായ ഇംഗ്ലണ്ടിലെ വിപ്ലവം ഉൾപ്പെടെയുള്ള ഭാഗമാണ്. മിക്കവാറും സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ തന്നെ ഉണ്ടാവും. സോ കൃത്യമായി ആ ഭാഗം റിവൈസ് ചെയ്യണം. കാരണം വേൾഡ് ഹിസ്റ്ററി ആണ്,
കുറച്ചു പേർക്കെങ്കിലും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്, നമുക്കറിയാം. ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ് ആ ഭാഗം. ഇനി ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 1775 1775 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഓക്കെ, ആദ്യം തന്നെ മനസ്സിലാക്കുക, ഈ ചോദ്യം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന പോയിന്റ് കാണുമ്പോൾ തന്നെ ഉറപ്പിക്കണം. കാരണം മിക്കവാറും ചില സംഭവങ്ങളെ തന്നിട്ട് ഇവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ടോപ്പിക് പഠിച്ചു കഴിയുമ്പോൾ കുറെ കൂടി ക്ലാരിറ്റി ഉണ്ടാവും. എങ്കിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാം, കോണ്ടിനെന്റൽ കോൺഗ്രസ് ഏത് വിപ്ലവമാ? അമേരിക്കൻ വിപ്ലവം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട സംഭവമാണ്, സമ്മേളനമാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്: 1775 നടന്ന കോണ്ടിനെന്റൽ കോൺഗ്രസിന് വേദിയായത്, ഹോസ്റ്റ് ചെയ്തത് എവിടെയാണ്? ഓപ്ഷനിലേക്ക് വരാം: ന്യൂയോർക്ക്, ഫിലാഡൽഫിയ, വാഷിംഗ്ടൺ, സാൻ ഫ്രാൻസിസ്കോ. കൃത്യമായി പഠിക്കുക. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. എവിടെയാ? ഓപ്ഷൻ ബി, ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയാണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന് വേദിയായത്. മാറിപ്പോയേ ചേരുത്, സ്ഥിരം ചോദ്യമാണ്. നമുക്ക് വരാം അമേരിക്കൻ വിപ്ലവം എന്ന ഭാഗത്തേക്ക് വന്നാൽ പ്രധാനമായും നമുക്കറിയാവുന്ന വടക്കേ അമേരിക്ക, നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ഉണ്ട്. ഇതിൽ അമേരിക്കൻ വിപ്ലവം നമ്മൾ ആദ്യമായി പറയുന്നത് വടക്കേ അമേരിക്കയെ സംബന്ധിച്ചാണ്. ഓക്കെ, നോർത്ത് അമേരിക്കയില് ആ സമയത്ത് സാമ്രാജ്യത്വ ശക്തികൾ, നമുക്കറിയാം അന്ന് ഇന്ത്യ ഉൾപ്പെടെ ആ ബ്രിട്ടന്റെ കോളനികളായിരുന്നത് പോലെ തന്നെ അവിടെയും സാമ്രാജ്യത്വ ശക്തികളായിരുന്നത്, അല്ലെങ്കിൽ ഇവരെ അടക്കി ഭരിച്ചിരുന്നത് ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് വന്ന ആളുകളാണ്. അതിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോകുമ്പോൾ വടക്കേ അമേരിക്കയിലെ ബ്രിട്ടന്റെ 13 കോളനികൾ, എത്രയാ എക്സാമിന് ചോദിക്കും, 13 കോളനികൾ. ശ്രദ്ധിക്കുക, അപ്പൊ വടക്കേ അമേരിക്കയിലെ ബ്രിട്ടന്റെ 13 കോളനികളിൽ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തെ അറിയപ്പെടുന്നതാണ് അമേരിക്കൻ വിപ്ലവം അഥവാ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ശ്രദ്ധിക്കുക, വടക്കേ അമേരിക്കയിലെ ബ്രിട്ടന്റെ കോളനികളായിരുന്ന 13 കോളനികൾ നടത്തിയ പ്രക്ഷോഭമാണ്. ഇനി അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആധാരമായ സംഭവം, ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ, ശ്രദ്ധിക്കുക, ഇംഗ്ലണ്ടിൽ നിന്നും രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് ഒരു പറ്റം ആളുകൾ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറുകയാണ് ഉണ്ടായത്. അവിടെ നിന്നുമാണ് ഇതിന്റെയൊക്കെ തുടക്കമായി പറയാൻ കഴിയുക. സോ ഇംഗ്ലണ്ടിലെ മതപീഡനങ്ങളെ തുടർന്ന് എന്ത് ചെയ്യുകയാണ്? 17-ാം നൂറ്റാണ്ടിൽ മേ ഫ്ലവർ എക്സാമിന് ചോദിച്ച ചോദ്യം, മേ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തി ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്നത്, എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, പിൽഗ്രിം ഫാദേഴ്സ് അഥവാ തീർത്ഥാടക പിതാക്കൾ അഥവാ പിൽഗ്രിം ഫാദേഴ്സ്. ചോദ്യം പറ. അതായത് വടക്കേ അമേരിക്കയിലേക്ക് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടെത്തിയ ഒരു പെർട്ടിക്കുലർ വിഭാഗം ആളുകൾ എന്താണ്? മേ ഫ്ലവർ എന്ന കപ്പലിൽ, ഏത് കപ്പലാ? മേ ഫ്ലവർ എന്ന കപ്പലിൽ എത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരെ വിളിച്ച പേരാണ് തീർത്ഥാടക പിതാക്കൾ, പിൽഗ്രിം ഫാദേഴ്സ്. എന്താണ്? തീർത്ഥാടക പിതാക്കൾ, പിൽഗ്രിം ഫാദേഴ്സ്. ഏത് കപ്പലാ? മേ ഫ്ലവർ. അപ്പൊ ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാ മേ ഫ്ലവർ എന്ന കപ്പല്? തീർത്ഥാടക പിതാക്കൾ. അമേരിക്കൻ വിപ്ലവമാണ്. തെറ്റിപ്പോയേ ചെയ്യരുത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രധാനമായും ബ്രിട്ടീഷ് കോളനികളായിരുന്ന 13 കോളനികൾ എവിടെ? വടക്കേ അമേരിക്കയിലാണ്. അതെങ്ങനെ കോളനികളായി മാറിയെന്ന് ചോദിച്ചാൽ, ഇംഗ്ലണ്ടിലെ രാജാവിന്റെ പീഡനങ്ങളിൽ മനംനൊന്ത് ഓടിയെത്തിയ കുടിയേറ്റക്കാരായ മേ ഫ്ലവർ എന്ന കപ്പലിലെത്തിയ തീർത്ഥാടക പിതാക്കൾ, പിൽഗ്രിം ഫാദേഴ്സ് ആണ് വടക്കേ അമേരിക്കയിൽ കോളനികൾ, ബ്രിട്ടന്റെ കോളനികൾ തുടങ്ങി വെക്കുന്നത് എന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, മുന്നോട്ട് പോകുന്നു. അതിന്റെ വിശദീകരണം മുന്നോട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, മറ്റൊരു ചോദ്യമാണ്. പ്രധാനമായും ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ വടക്കേ അമേരിക്കൻ കോളനികളിൽ പലതരത്തിലുള്ള വാണിജ്യ നയങ്ങൾ നടപ്പിലാക്കി.
അത് വളരെ വിശദമായി പറയുമ്പോൾ പ്രധാനമായിട്ടും ബ്രിട്ടന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇവിടെ കൃത്യമായിട്ട് വിൽക്കാനും വാങ്ങാനും കഴിയുന്ന സാഹചര്യങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള കച്ചവടപരമായ നിയന്ത്രണങ്ങൾ ബ്രിട്ടീഷ് കോളനികളുടെ ഭാഗമായിട്ട് കച്ചവടക്കാരെ കൂടി സഹായത്തോടു കൂടി നടപ്പിലാക്കുന്നു. അപ്പോൾ ഈ നയങ്ങളെ അറിയപ്പെട്ട പേര് എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് ബ്രിട്ടന്റെ കോളനികളാണ് വടക്കേ അമേരിക്കയിലെ 13 കോളനികൾ. സ്വാഭാവികമായും അവിടുത്തെ കച്ചവടം, വാണിജ്യ വ്യാപാരങ്ങളിൽ ആ ബ്രിട്ടന്റെ കച്ചവടക്കാരുടെ പല നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കുക. അത് കൺട്രോൾ ചെയ്യാൻ കൊണ്ടുവന്ന ചില നയങ്ങളെ ഒരൊറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം ട്രേഡ് പോളിസി അറിയപ്പെടുന്നത് മെർക്കന്റലിസം എന്ന വ്യാപാര നയം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. മെർക്കന്റലിസം, അമേരിക്കൻ വിപ്ലവം. തെറ്റിക്കുകയും ചെയ്യരുത്. അതായത് ബ്രിട്ടന്റെ കോളനികളായിരുന്ന പ്രദേശങ്ങളിൽ കച്ചവടക്കാരുടെ കൂടി സഹായത്തോടു കൂടി നടപ്പിലാക്കിയ വ്യാപാര നയം അമേരിക്കയിലെ അമേരിക്കൻ വിപ്ലവത്തോട് ചേർത്ത് പഠിക്കുക. മെർക്കന്റലിസം, അമേരിക്കൻ വിപ്ലവം. മെയ് ഫ്ലവർ എന്ന കപ്പല് തീർത്ഥാടക പിതാക്കന്മാർ 13 കോളനികൾ. നോട്ട് ചെയ്ത് വെക്കുക. മേജർ പോയിന്റ്സ് ആണ്, എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി തന്നെ പഠിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക് പോകുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ ആയിരുന്നു, മുദ്രാവാക്യമായിരുന്നു. വൺ വേർഡ് ചോദ്യമാണ്. ഒരുപക്ഷെ വൺ വേർഡ് ആയി ചോദിച്ചു, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കണക്ട് ചെയ്യാൻ ചോദിച്ചൊരു ചോദ്യമാണ്. ഇങ്ങനെ പഠിക്കുക. ചോദ്യം എന്താ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ, അമേരിക്കൻ റവല്യൂഷന്റെ മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. എന്താണ്? നോ ടാക്സ് വിതൗട്ട് റെപ്രസെന്റേഷൻ. എടാ ആലോചിച്ചു നോക്ക്. ഈ അമേരിക്കയിലെ 13 കോളനികളിലും ബ്രിട്ടന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നു. അവരിൽ നിന്ന് വലിയ ടാക്സ് കളക്ട് ചെയ്യുന്നു. പക്ഷെ അവർക്ക് വോട്ട് ചെയ്യാനോ അവർക്ക് ഒരു റെപ്രസെന്റേഷനോ ലെജിസ്ലേച്ചറിലോ മറ്റ് ഗവൺമെന്റ് സംവിധാനങ്ങളിലോ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഞങ്ങൾ എന്തിന് നികുതി തരണം? ഞങ്ങൾക്ക് റെപ്രസെന്റേഷൻ ഇല്ലല്ലോ, ഞങ്ങൾക്ക് പ്രാതിനിധ്യം ഇല്ലല്ലോ. സോ പ്രാതിനിധ്യമില്ലെങ്കിൽ നികുതിയുമില്ല. നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. എങ്ങനെയാ? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഏത് വിപ്ലവം? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അമേരിക്കൻ വിപ്ലവമാണ്. തെറ്റിക്കുകയും ചെയ്യരുത്. ആലോചിച്ച് പഠിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഏത് അമേരിക്ക? വടക്കേ അമേരിക്ക. ആരാണ് അവരെ ഭരിച്ചത്? ബ്രിട്ടീഷ് കോളനികളാക്കി ഭരിച്ചു. എത്ര കോളനികൾ? 13 കോളനികളായിരുന്നു. അപ്പൊ നമുക്കറിയാം, ഒരു തുടക്കമായി പറയുന്നത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനങ്ങളിൽ മനംനൊന്ത് ഇങ്ങോട്ടേക്ക് കുടിയേറിയ മേ ഫ്ലവർ എന്ന കപ്പലിലെത്തിയ തീർത്ഥാടക പിതാക്കന്മാരെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ അവർ അവിടെ നടപ്പിലാക്കിയ കച്ചവട വ്യാപാര നയത്തെ മെർക്കന്റലിസം എന്നിങ്ങനെ അറിയപ്പെട്ടു. മാത്രവുമല്ല, പ്രധാനമായിട്ട് ഈ ഒരു സമരം അല്ലെ ഈ ഒരു വിപ്ലവം വലിയ പ്രാധാന്യത്തോടു കൂടി മുന്നോട്ട് വരാൻ കാരണമായ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. അമേരിക്കൻ വിപ്ലവം. എഴുതി പഠിക്കുക. പ്രീവിയസ് ചോദ്യമാണ്. ഇനി ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയ ആളാണ് ജെയിംസ് ഓട്ടിസ്. നമ്മൾ പറയത്തില്ലടാ ഓട്ടയുള്ള കയ്യിൽ ഒന്നും കാണത്തില്ലല്ലേ? ഇല്ല. എന്തില്ല? നികുതിയില്ല. റെപ്രസെന്റേഷൻ ഇല്ലാതെ നികുതിയില്ല. ഇല്ല. ഓട്ടിസ്, ജെയിംസ് ഓട്ടിസ്. നികുതിയില്ല, പ്രാതിനിധ്യമില്ല, ഓട്ടയാണെന്ന് ഓർക്കുക. ജെയിംസ് ഓട്ടിസ് ആണ് ഈ മുദ്രാവാക്യത്തിന്റെ പിന്നിലുള്ള വ്യക്തി. ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നാൽ മറ്റൊരു ചോദ്യമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവത്തോട് ചേർത്ത് വായിക്കണം. പ്രീവിയസ് ചോദ്യമാണ്. നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സംഭവം അതൊരു പ്രതിഷേധമായിരുന്നു, ഒരു പ്രക്ഷോഭമായിരുന്നു. ആദ്യം തന്നെ ആ ഡേറ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. 1773 ഡിസംബർ മാസം
16-ാം തീയതി. ആ പോയിന്റ് ശ്രദ്ധിക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ മാസം 16-ാം തീയതിയാണ് നടന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇംഗ്ലണ്ടിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കപ്പലിലെ ഒരു വലിയ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ നമുക്കറിയാം, മെർച്ചന്റലിസം പോലെയുള്ള വ്യാപാര നയങ്ങൾ അവിടെ പിന്തുടരുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സോ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പെർട്ടിക്കുലർ കപ്പലിലുള്ള ഒരു പറ്റം ടീ ബാഗുകൾ എന്ത് ചെയ്യുന്നു, കടലിലേക്ക് ഒഴുക്കിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തെ നമ്മൾ വളരെ മനോഹരമായ ഒരു സമരം എന്നുള്ള രീതിയിൽ ആ പേര് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന രീതിയിലാണ് അറിയപ്പെട്ടത്. അപ്പൊ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, മാറിപ്പോരുത്. 1773 ഡിസംബർ മാസം 16, അമേരിക്കൻ വിപ്ലവത്തോട് ചേർത്ത് വായിക്കുക ബോസ്റ്റൺ ടീ പാർട്ടി. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ തൊട്ടടുത്ത വർഷം മുതലാണ് പ്രധാനമായും 3 കോണ്ടിനെന്റൽ കോൺഗ്രസുകളിലായിട്ടാണ് ഈ ഒരു സമരത്തെ നമ്മൾ പറയുന്നത്. അതായത് അമേരിക്കൻ വിപ്ലവത്തിന് ഒരു ഒറ്റ വർഷമായി നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ വർഷങ്ങളിലായി പല പല സംഭവങ്ങളായിട്ടാണ് അമേരിക്കൻ വിപ്ലവത്തെ നമ്മൾ അങ്ങ് പറഞ്ഞു വെക്കുക. അതേസമയം നമ്മൾ ഫ്രഞ്ച് വിപ്ലവമാണെങ്കിലും ചൈനീസ് ആണെങ്കിലും ഒക്കെ കൃത്യമായ ഓരോ വർഷം നമുക്ക് അടയാളപ്പെടുത്താനുണ്ടാവും. സോ ഓർത്ത് വെക്കുക. ഇനി പ്രധാനമായും ബോസ്റ്റൺ ടീ പാർട്ടിക്ക് ശേഷം ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാൽ എന്താണ് നോക്കിക്കേ. അതായത് ഇംഗ്ലണ്ടിനെതിരെ പ്രതികരിക്കാനായി ഈ കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനം. 13 കോളനികളല്ലേ? 13 കോളനികളല്ലേ? സോ ഈ കോളനികൾ ഇംഗ്ലണ്ടിനെതിരെ പ്രതികരിക്കാനായി ചേർന്ന സമ്മേളനങ്ങളെ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെട്ടു. 1-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് 1774 1-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. വേദി എവിടെ തന്നെയാ? ഫിലാഡൽഫിയ. ഒരൊറ്റ പോയിന്റ് ഇവിടെ നോക്കി വെക്കുക, വേറൊന്നുമല്ല, അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടന്ന 3 കോണ്ടിനെന്റൽ കോൺഗ്രസുകളുടെയും വേദി ഏത് തന്നെയാ? ഫിലാഡൽഫിയ. സംശയമേ വേണ്ട. 1, 2, 3 കോണ്ടിനെന്റൽ കോൺഗ്രസുകളുടെ വേദി ഫിലാഡൽഫിയ. 1-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം ഏതാ? 1774. 1774 1-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. തൊട്ട് മുമ്പത്തെ വർഷം 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി ഓർക്കുക. ഇനി ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനി എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ് ജോർജിയ എന്ന കോളനി എന്ത് ചെയ്തില്ല? 1-ാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുത്തില്ല. പ്രീവിയസ് ചോദ്യം ജോർജിയയാണ് പങ്കെടുക്കാതിരുന്നത്. ഇനി 2-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എപ്പോഴാ? തൊട്ടടുത്ത വർഷമാണ് 1775. വേദി എവിടെ തന്നെയാ? ഫിലാഡൽഫിയ തന്നെയാണ് 2-ാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ വേദി. ഇനി നമുക്ക് നോക്കാം, പ്രധാനമായിട്ടും ഈ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിലെടുത്ത വലിയ ഒരു തീരുമാനമായിരുന്നു. അവർ ജോർജ് വാഷിംഗ്ടണിനെ അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട്, സൈനിക നേതാവായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോർജ് വാഷിംഗ്ടൺ. അപ്പൊ ആ പോയിന്റ് ഒരു സെപ്പറേറ്റ് പോയിന്റ് ആണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നത് ജോർജ് വാഷിംഗ്ടൺ ആണെന്ന് ഓർക്കുക. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലേഖനം അവതരിപ്പിച്ച വ്യക്തിയാണ് തോമസ് പെയിൻ. മാറിപ്പോവല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചു, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ജെയിംസ് ഓട്ടിസ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ശേഷം പഠിച്ചു 2-ാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പ്രധാനപ്പെട്ട നേതാവായി ഉയർന്നു വന്ന ആളാണ് ആര്? അമേരിക്കൻ ഐക്യനാടുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജോർജ് വാഷിംഗ്ടൺ. 3-ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോ കോമൺ സെൻസ് എന്ന ലേഖനം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കുക. കോമൺ സെൻസ് എന്ന ലേഖനം എഴുതിയ ആളാണ് തോമസ് പെയിൻ. ഇങ്ങനെ കണക്ട് ചെയ്യുക. നിനക്ക് കോമൺ സെൻസ് ഉണ്ടോ, നിനക്ക് കോമൺ സെൻസ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ ആവും. അയ്യോ, എന്നോട് അങ്ങനെ ചോദിച്ചല്ലോ, ഭയങ്കര പെയിൻ വരണം അല്ലെ? കോമൺ സെൻസ് തോമസ് പെയിൻ എന്ന് കണക്ട് ചെയ്യുക. പ്രീവിയസ് ചോദ്യമാണ്, സ്ഥിരമായി ചോദിക്കുന്നു. സോ 1774 1-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയ വേദി,
രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775, ഫിലാഡൽഫിയ തന്നെ വേദി. മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1776 എന്നുകൂടി ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കാം, ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ്. കോമൺ സെൻസോടുകൂടി അദ്ദേഹം പറയുകയാണ്, കോമൺ സെൻസ് എന്ന ലേഖനത്തിൽ എഴുതിയ തോമസ് പെയിൻ പറയുകയാണ്, എന്താ പറയുന്നത്, അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർവമായ തീരുമാനം ഈ ഇംഗ്ലണ്ടിന്റെ ആധിപത്യത്തിൽ നിന്നും രക്ഷപ്പെടുക, സ്വതന്ത്രമാവുക എന്നതാണ്. അത് തോമസ് പെയിന്റെ വരികളാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച വിവേകപൂർവമായ പ്രവൃത്തി. പ്രീവിയസ് ചോദ്യമാണ്. തോമസ് പെയിൻ. തോമസ് പെയിന്റെ പേര് നേരത്തെ പഠിച്ചത് എന്തിനാ? കോമൺ സെൻസ്. തോമസ് പെയിന്റെ കോമൺ സെൻസ് എന്ന ലേഖനമാണ്. ഇനി ഇവിടെ നിന്നും സ്ഥിരമായി വരുന്ന ചില കമന്റുകൾ, പ്രധാനപ്പെട്ട തത്വചിന്തകനായ ജോൺ ലോക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, സ്ഥിരം ചോദ്യമാണ്. മനുഷ്യന്റെ ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. മനുഷ്യനു ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. അത് ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നു ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. മനുഷ്യനു ചില മൗലിക അവകാശങ്ങളുണ്ട്, അവ ലംഘിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. ശ്രദ്ധിക്ക്, തെറ്റിക്കരുത്. പ്രീവിയസ് ചോദ്യമാണ്. നമുക്കറിയാം, ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ മൗലിക അവകാശം എന്ന ആശയം പോലും അമേരിക്കയിൽ നിന്നാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. സോ ജോൺ ലോക്കിന്റെ പേര് വളരെ പ്രധാനമാണ്. ഇനി മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, അവസാന കോണ്ടിനെന്റൽ കോൺഗ്രസ് 776. എളുപ്പമല്ലേ? 74 ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ്, 75 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1776 മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ്. വേദി, മൂന്നിന്റെയും വേദി എവിടെ തന്നെയാ? ഫിലാഡൽഫിയ തന്നെയാണ്. മൂന്നാമത്തെ സമ്മേളനം 776 ജൂലൈ മാസം 4-ാം തീയതിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അവസാനത്തേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് അമേരിക്ക പോവുകയാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നവരാണ്. പേര് മാറിപ്പോലെ. നമ്മൾ നേരത്തെ പഠിച്ചു, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, ഇല്ല ഓട്ടിസ്, ജെയിംസ് ഓട്ടിസ്. എന്നാൽ കോമൺ സെൻസ് എന്ന ലഘുലേഖ, കോമൺ സെൻസ് തോമസ് പെയിൻ ആണ്. അതേസമയം അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് ജോർജ് വാഷിംഗ്ടൺ. ഇപ്പോ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരൊക്കെയാ? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. എഴുതി തയ്യാറാക്കുന്നു, ഇരുന്നു കൊണ്ടാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയെന്ന് ഓർക്കുക. എവിടെ? ബെഞ്ചിൽ ഇരുന്ന് അല്ലെ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. അതുപോലെ തന്നെ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടിയുടെ പേര് പാരീസ് ഉടമ്പടി. 1783, 1783, 1783 പാരീസ് ഉടമ്പടി. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ച ഉടമ്പടിയുടെ പേരെന്താ? പാരീസ് ഉടമ്പടി. 1783. തെറ്റിക്കേ ചെയ്യരുത്, 1783. വർഷങ്ങൾ ഓർത്തു പറ. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. 774, 775, 776, 1, 2, 3 കോണ്ടിനെന്റൽ കോൺഗ്രസുകൾ നടക്കുന്നു. 783 സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു പാരീസ് ഉടമ്പടിയിലൂടെ. ഇനി അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1789. 1 എഴുതുക, 789, 1789, 1789 ഓർക്കുക. അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷമാണ്. ലോകത്ത് തന്നെ ആദ്യമായിട്ട് എഴുതി തയ്യാറാക്കപ്പെട്ട ആദ്യത്തെ ഭരണഘടന, ഏറ്റവും ചെറിയ ഭരണഘടന എന്നിങ്ങനെ സവിശേഷതകളുള്ളത് അമേരിക്കൻ ഭരണഘടനയ്ക്കാണ്. ഓക്കെ, കൃത്യമായി പോകുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അത് കേരള ചരിത്രത്തിൽ നിന്നൊരു ചോദ്യമാണ്. വേൾഡ്, ഇന്ത്യ, കേരള ഹിസ്റ്ററിയിൽ നിന്നൊരു ചോദ്യം. വളരെ എളുപ്പമുള്ള എന്നാൽ സ്ഥിരം ഒരു ചോദ്യമായി വരുന്ന ചോദ്യം. 32/2025 2025 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ അവിടുന്ന് തന്നെ വിശദീകരണം തുടങ്ങാം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്നതാണ് ചോദ്യം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം
ഓപ്ഷൻ കേരളവർമ്മ പഴശ്ശിരാജ, മാർത്താണ്ഡ വർമ്മ, സർദാർ KM പണിക്കർ, വില്യം ലോഗൻ എന്നിവരാണ് ഓപ്ഷനിലുള്ളത്. നമുക്ക് നേരെ വിശദീകരണത്തിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യമാണ്, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? കൃത്യമായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സർദാർ KM പണിക്കർ. ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഹിസ്റ്ററി ഓഫ് കേരള സർദാർ KM പണിക്കർ രചിച്ച പുസ്തകമാണ്. KM പണിക്കർ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. നമ്മൾ അല്ലാതെ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയ്ക്കായി നിയമിച്ച ഫസൽ അലി കമ്മീഷൻ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു സ്ഥിരം ചോദ്യമാണ് അല്ലെ. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ നിയോഗിച്ച ഫസൽ അലി കമ്മീഷനിലെ മലയാളി അല്ലെ. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു, ഹൃദയനാഥ കുൻസ്രു, KM പണിക്കർ, ഫസൽ അലി എന്നിവരടങ്ങുന്ന ഒരു കമ്മീഷൻ കൂടിയാണ്. സോ ഹിസ്റ്ററി ഓഫ് കേരള KM പണിക്കർ. സോ കേരളവുമായി ബന്ധപ്പെട്ട സാഹിത്യ സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ചില രേഖകളിലേക്ക് കടന്നു വരാം. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതി. ചോദ്യം എങ്ങനെയാ വരിക? കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത കൃതിയുടെ പേര് ഐതരേയ ആരണ്യകം. ആ പേര് ശ്രദ്ധിക്കുക, ഐതരേയ ആരണ്യകം. ചോദ്യം എന്താ? കേരളത്തെ പറ്റി പരാമർശമുള്ള ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത കൃതിയുടെ പേര് ഐതരേയ ആരണ്യകം. നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിൽ പിൻ ചെയ്ത് വെക്കുക, കൃത്യമാണ്. രണ്ടാമത്തെ ചോദ്യം മിക്കവാറും എക്സാമുകളിൽ നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ള ചോദ്യം ഇതായിരിക്കും. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. ചോദ്യം എങ്ങനെയാ? മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. തെറ്റിക്കുകയും ചെയ്യരുത്. ഇനി മൂന്നാമത്തെ ചോദ്യവും നമുക്ക് വളരെ പരിചിതമാണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനയായ കേരള രാമം, മലബാറിന്റെ പൂന്തോട്ടം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഹോർത്തൂസ് മലബാറിക്കസ്. വാൻ റീഡ് എന്ന പേര് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വലിയ പ്രാധാന്യമുണ്ട്. സോ 3 പേരുകൾ പഠിച്ചു. ഐതരേയ ആരണ്യകം കേരളത്തെ പറ്റി പരാമർശമുള്ള ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത കൃതിയാണ്. എന്നാൽ മലയാള ഭാഷയെ അച്ചടിച്ച സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. ലിപി ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലാണ്. കൃത്യമാണേ, തെറ്റിക്കല്ലേ. 4ാമത്തെ പോയിന്റിലേക്ക് പോകുന്നു. കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതി. ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട കാളിദാസ കൃതി ഏതാണ്? കേരളത്തെ പറ്റി പരാമർശമുള്ള കാളിദാസ കൃതിയുടെ പേര് രഘുവംശം. ചോദ്യം എന്താ? കേരളത്തെ പറ്റി പരാമർശിക്കുന്ന കാളിദാസ കൃതിയാണ് രഘുവംശം. കണക്ട് ചെയ്തേ, കേരളം, കാളിദാസൻ, രഘുവംശം, കാളിദാസൻ, കേരളം. കണക്ട് ചെയ്തോണം, മുന്നോട്ട് പോകുന്നു. അടുത്ത പോയിന്റ് എന്താണ്? ശ്രദ്ധിച്ചേ. ഇനി കേരളത്തെ സൂചിപ്പിക്കുന്ന അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങൾ 213. പ്രധാനമായും അശോക ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ പരാമർശമുള്ള ശിലാശാസനങ്ങൾ 2 213 എന്നിവയാണ്. ഓർത്തു വെക്കണേ, കേരളത്തിന്റെ പരാമർശമുള്ള അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങൾ 213 എന്നിവയാണ്. ഇനി വളരെ കുറച്ചുകൂടി ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ പുരാണങ്ങൾ, പ്രധാനമായും കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ചില പുരാണങ്ങളിലേക്ക് പോയാൽ വായു, മത്സ്യം, പത്മ. നോക്കിയേ, വായു പുരാണം, മത്സ്യപുരാണം, പത്മപുരാണം. വായുപുരാണം, മത്സ്യപുരാണം, പത്മപുരാണം, സ്കന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം. സ്കന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം. ശ്രദ്ധിച്ചു വെക്കണേ, വായുപുരാണം, മത്സ്യപുരാണം, പത്മപുരാണം, സ്കന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം. ജസ്റ്റ് ആ പേരുകളൊന്ന് അറിഞ്ഞു വെക്കുക. കേരളത്തെ പരാമർശിക്കുന്ന ആ പുരാണങ്ങളാണ് വായു, മത്സ്യം,
അതുപോലെ സ്കന്ദ പുരാണം, മാർക്കണ്ഡേയ പുരാണം, പത്മ പുരാണം എന്നിവ. ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തുമ്പോൾ പുരാതന കേരളത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന ഗ്രന്ഥങ്ങളാണ് കേരളപ്പഴമ, കേരളപ്പഴമ, കേരള മാഹാത്മ്യം, കേരള മാഹാത്മ്യം, കേരളപ്പഴമ. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, കേരളപ്പഴമ, കേരള മാഹാത്മ്യം എന്നിവ പുരാതന കേരളത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന ഗ്രന്ഥങ്ങൾ. കേരളപ്പഴമ, കേരള മാഹാത്മ്യം എന്നിവ. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് കേരളോൽപ്പത്തി, കേരള ദേശധർമ്മം, മൂഷക വംശം, ഉണ്ണിനീലി സന്ദേശം, ഉണ്ണിയാടി ചരിത്രം, ഉണ്ണിച്ചിരുദേവി ചരിതം, മലബാർ മാനുവൽ, ഹോർത്തൂസ് മലബാരിക്കസ് എന്നിവയാണ് പേരുകൾ. കേരളോൽപ്പത്തി, കേരള ദേശധർമ്മം, മൂഷക വംശം, ഉണ്ണിനീലി സന്ദേശം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, മലബാർ മാനുവൽ, ഹോർത്തൂസ് മലബാരിക്കസ്. ഇനി ഏറ്റവും പഴക്കം ചെന്ന മലയാള ഭാഷാ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന കൃതിയായി കണക്കാക്കപ്പെടുന്നത് രാമചരിതം. ചീരാമൻ എഴുതിയ രാമചരിതം. പേര് ശ്രദ്ധിക്ക്. മലയാള ഭാഷാ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന കൃതിയായി കണക്കാക്കപ്പെടുന്നത് രാമചരിതം. ആരെഴുതി? ചീരാമന്റെ രാമചരിതം. മലയാള ഭാഷാ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൃതി രാമചരിതം, ചീരാമൻ. ഓക്കെ, ശ്രദ്ധിച്ചേ, നമ്മൾ റിവൈസ് ചെയ്തിട്ടേ മുന്നോട്ട് പോകൂ, നോക്കിക്കൊള്ളുക. ഓക്കെ, പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ദേവദാസ സമ്പ്രദായത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ കവിതയാണ് ഉണ്ണിയച്ചി ചരിതം. ആ പോയിന്റിന് പ്രാധാന്യമുണ്ട്. പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ദേവദാസ സമ്പ്രദായങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ കവിത ഉണ്ണിയച്ചി ചരിതം. ഉണ്ണിയച്ചി ചരിതം ദേവദാസ സമ്പ്രദായത്തെ പറ്റി പരാമർശിക്കുന്ന ആദ്യത്തെ കവിത ഉണ്ണിയച്ചി ചരിതമാണ്. രണ്ടാമത്തെ പോയിന്റ്, തീർത്തും ഒരു ബൗദ്ധ കാവ്യമായി അറിയപ്പെടുന്ന തമിഴ് കൃതി മണിമേഖല. ബൗദ്ധ കാവ്യമായി, പൂർണ്ണമായും ഒരു ബൗദ്ധ കാവ്യമായി അറിയപ്പെടുന്ന കൃതിയാണ് മണിമേഖല. പൂർണ്ണമായും ഒരു ബൗദ്ധ കാവ്യമായി അറിയപ്പെടുന്നു. മണിമേഖല എന്ന കൃതി എഴുതിയത് സാത്തനാറാണ്. ഓക്കെ, മണി പണം, സാത്തനാണെന്നൊക്കെ കണക്ട് ചെയ്യുക. മണിമേഖല, സാത്തനാർ. ചോദ്യം എന്താ? പൂർണ്ണമായും ഒരു ബൗദ്ധ കാവ്യമായി അറിയപ്പെടുന്നത് മണിമേഖല, സാത്തനാർ എന്ന പേര് കൂടി ഓർക്കുക. ഇനി കേരളപ്പഴമ, പ്രീവിയസ് ചോദ്യമാണ്. കേരളപ്പഴമ ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ, കേരളത്തിൽ പഴയൊരു ഗുണ്ട ഉണ്ടായിരുന്നു, ഓർക്കുക. പഴയ ഗുണ്ടകൾ എന്നൊക്കെ പറയത്തില്ലേ, കേരളപ്പഴമ ഹെർമൻ ഗുണ്ടർട്ട്. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ട്. തെറ്റിക്കുകയും ചെയ്യരുത്. കേരളപ്പഴമ ഹെർമൻ ഗുണ്ടർട്ട് എന്ന പേര് ഓർത്തു വെക്കുക. നമുക്ക് നോക്കാം. ഇനി ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു സ്ഥിരമായി വരുന്ന പാഠപുസ്തകത്തിലുള്ള ഒരു കണ്ടന്റ് ആണല്ലേ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആണെങ്കിൽ ആരാ? ബെഞ്ചമിൻ ബെയ്ലി. ഇങ്ങനെയാണ് ഞാൻ ഓർത്തു വെക്കുക. BEM അല്ലെ, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി ആണ്. ഇനി ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് MEH ആണല്ലേ. മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ഹെർമൻ ഗുണ്ടർട്ട്. കേരളപ്പഴമ എഴുതിയ ഹെർമൻ ഗുണ്ടർട്ട്. മാറിപ്പോരുത്. ഇംഗ്ലീഷ് മലയാളം ബെഞ്ചമിൻ ബെയ്ലി. ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ, ഇനി ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോ അടികളുടേതാണ് ചിലപ്പതികാരം ഇളങ്കോവടികൾ എന്ന പേര് ഓർക്കുക. സംഘകാല കൃതിയായ പതിറ്റുപത്ത് ഒരു സംഘകാല കൃതിയാണ്. പതിറ്റുപത്ത് ക്രോഡീകരിച്ചത് കാപ്പീലർ. പേര് ശ്രദ്ധിക്കുക. പതിറ്റുപത്ത് ക്രോഡീകരിച്ചത് കാപ്പീലർ ആണ്. അതുപോലെ ചിലപ്പതികാരം ഇളങ്കോവടികൾ രചിച്ച. ഓക്കെ, ഇനി തോൽക്കാപ്പിയം, പേര് പോലെ തന്നെ തോൽക്കാപ്പിയം രചിച്ചത് തോൽക്കാപ്പിയാർ എന്നോർത്ത് വെക്കുക.
ഓണത്തെക്കുറിച്ച് മറ്റൊരു പ്രീവിയസ് ചോദ്യം, ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള, ഓണം വരാൻ പോകുന്നു, ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാലകൃതി മിക്കവാറും ചോദിക്കുന്നതാണ് മധുരൈ കാഞ്ചി. ഓണത്തെ പറ്റി മധുരമുള്ള ഓർമ്മകൾ ഉണ്ടല്ലേ, ഓണത്തെ പറ്റി പരാമർശിക്കുന്ന സംഘകാലകൃതി മധുരൈ കാഞ്ചി, മധുരൈ കാഞ്ചി, മധുരൈ കാഞ്ചി ഓണത്തെ പറ്റി പരാമർശമുള്ള സംഘകാല കൃതിയാണെന്ന് ഓർക്കുക. ഇനി ജൈന മതത്തെ പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് ചിലപ്പതികാരം. ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരം ജൈന മതത്തെ സംബന്ധിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ചിലപ്പതികാരം. ചിലപ്പതികാരം എന്നത് ജൈന മതവുമായി കണക്ട് ചെയ്യുക. ഇനി മൂഷക വംശം, ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്താണ്? മൂഷക വംശം അല്ലെങ്കിൽ മൂഷക വംശം എന്നത് രചിച്ചത് ആതുലൻ. ആതുലൻ ആതുലനാണ്. കണ്ണൂരിലെ ഏഴിമലയെ പറ്റി, കണ്ണൂരുള്ള ഏഴിമല, കണ്ണൂരിലെ ഏഴിമലയെ പറ്റി പ്രതിപാദിക്കുന്ന ആതുലന്റെ കൃതിയാണ് മൂഷക വംശം. പ്രീവിയസ് ആണ് മൂഷക വംശം. അതുലൻ, അതുലൻ, മൂഷക വംശം അതുലനാണ്. കണ്ണൂരിലെ ഏഴിമലയെ പറ്റി പ്രതിപാദിക്കുന്നു. ഓക്കെ, നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് വേണം അടുത്ത ചോദ്യത്തിലേക്ക് വരാൻ. നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചേ, വേഗം വേഗം വേഗം. നമ്മൾ പറഞ്ഞു വന്നത് ചോദ്യത്തിൽ നിന്നാണ്. കേരള അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി ഓഫ് കേരള സർദാർ KM പണിക്കറാണ്. അതുപോലെ ഐതരേയ ആരണ്യകം, ചോദ്യം ഓർത്ത് പറയാമോ? കേരളത്തെ പറ്റി പരാമർശമുള്ള ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത കൃതിയാണ് ഐതരേയ ആരണ്യകം. പിന്നീട് പറഞ്ഞത് സംക്ഷേപ വേദാർത്ഥം, സമ്പൂർണമായി മലയാളത്തിൽ അച്ചടിച്ചു എന്ന് പറഞ്ഞല്ലേ, അതായത് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. എന്നാൽ ഹോർത്തൂസ് മലബാറിക്കസിന്റെ ചോദ്യം എന്താ? ലിപി ആദ്യമായി, മലയാള ലിപി ആദ്യമായി അച്ചടിച്ചു വന്നത് ഹോർത്തൂസ് മലബാറിക്കസ്, ഡച്ചുകാരുടെ സംഭാവന. ജനറൽ വാൻ റീഡ് എന്ന പേര് ഓർത്തു വെക്കുക. കേരളത്തിന്റെ പൂന്തോട്ടം, മലബാറിന്റെ ആരാമം എന്നിങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഇനി രഘുവംശം എന്താണ്? കാളിദാസന്റെ രഘുവംശം എന്താ? കേരളത്തെ പറ്റി പരാമർശമുള്ള കാളിദാസ കൃതി രഘുവംശമാണ്. നോയിക്കോണേ, കൃത്യമായി റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകാം. പിന്നീട് പറഞ്ഞു അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ ഉണ്ടല്ലേ 2, 13 എന്നിവയിൽ കേരളത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട പുരാണങ്ങൾ വായു പുരാണം, മത്സ്യപുരാണം, പത്മപുരാണം, മാർക്കണ്ഡേയ പുരാണം, സ്കന്ദ പുരാണം എന്നിവയിൽ കേരളത്തെ പറ്റി പരാമർശമുണ്ട്. വളരെ പ്രധാനപ്പെട്ട പുരാതന കേരളത്തിലേക്ക് വെളിച്ചം വീശുന്ന ഗ്രന്ഥങ്ങളാണ് കേരളപ്പഴമ, കേരള മഹാത്മ്യം. കേരളപ്പഴമ രചിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. കേരളപ്പഴമ പ്രീവിയസ് ചോദ്യം. അതുപോലെ കേരളോൽപ്പത്തി, കേരള ദേശധർമ്മം, മൂഷകവംശം, ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയാടി ചരിതം, ചിരുദേവി ചരിതം, മലബാർ മാനുവൽ, ഹോർത്തൂസ് മലബാറിക്കസ്. അതിൽ മലബാർ മാനുവല് വില്യം ലോഗൻ രചിച്ച മലബാർ മാനുവൽ ഓർത്തു വെക്കുക. ഇനി ഏറ്റവും പഴക്കം ചെന്ന മലയാള ഭാഷാ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്നതായി കാണുന്നത് രാമചരിതം. ആരാണ്? ചീരാമന്റെ രാമചരിതമാണ്. എന്നാൽ ദേവദാസി സമ്പ്രദായത്തെ പറ്റി പരാമർശമുള്ള ആദ്യ കവിതയായി കണക്കാക്കുന്ന ഉണ്ണിയച്ചി ചരിതമാണ്. മണിമേഖല ബുദ്ധകാവ്യമായി അറിയപ്പെടുന്നു. മണിമേഖല രചിച്ചത് സാത്തനാർ ആണെന്ന് പഠിച്ചു. ഇനി കേരളപ്പഴമ ഹെർമൻ ഗുണ്ടർട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ഇത് വളരെ പ്രധാനമാണ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബൈലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണെങ്കിൽ ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ചിലപ്പതികാരം ഇളങ്കോവടികൾ രചിച്ചു. സംഘകാല കൃതിയിൽ 10 ക്രോഡീകരിച്ചത് കപിലനാണെന്ന് പഠിച്ചു. ഓണത്തെ പറ്റി പരാമർശമുള്ള സംഘകാല കൃതിയുടെ പേര് മധുരൈ കാഞ്ചി. പ്രീവിയസ് ആണ്. ഓണത്തെ പറ്റി പരാമർശമുള്ള സംഘകാല കൃതി മധുരൈ കാഞ്ചിയാണ്. മുന്നോട്ട് പോയി ജൈനമത പരാമർശമുള്ളത് ചിലപ്പതികാരമാണ്. ഏഴിമലയെ പറ്റി പ്രതിപാദിക്കുന്ന, കണ്ണൂരിലെ ഏഴിമലയെ പറ്റി പ്രതിപാദിക്കുന്നത് മൂഷക വംശം രചിച്ചത് അതുലന്റെ മൂഷക വംശം എന്നോർക്കുക. അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള, ലോക ചരിത്രത്തിൽ നിന്നുള്ള ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ചോദ്യം വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുമാണ്. 102/2025 ചോദിച്ച ചോദ്യമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ, അതിന്റെ ഒരു പ്രത്യേകത, കുറച്ചധിക നാളായി UN-ന്റെ സെക്രട്ടറി ജനറലായി തുടരുന്ന ആന്റോണിയോ ഗുട്ടെറസുമായി ബന്ധപ്പെട്ട ചോദ്യം ഒരുപാട് എക്സാമുകളിൽ ഈ വൺ വേർഡായി തന്നെ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. എനിവേ, ചോദ്യത്തിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകണം. നിലവിലെ ഇപ്പോഴത്തെ
ഐക്യരാഷ്ട്രസഭ യുഎന്നിന്റെ സെക്രട്ടറി ജനറൽ ആര്? ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആന്റോണിയോ ഗ്യൂട്ടറസ്. ആന്റോണിയോ ഗ്യൂട്ടറസ് എന്നതാണ്. വിശദീകരണത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി UNO എന്ന സംഘടന, ലോകത്ത് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന UNOയെ പറ്റി പഠിക്കുകയാണ്. ആദ്യമായി ലോകത്ത് ഒന്നാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാറിനെ തുടർന്ന് ലോകത്തിൽ ആദ്യം ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു. അത് സർവരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് ആയിരുന്നു. 1914-19 കാലഘട്ടത്തിൽ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട സംഘടനയുടെ പേര് സർവരാജ്യ സഖ്യം ലീഗ് ഓഫ് നേഷൻസ് ആയിരുന്നു. പക്ഷേ പിന്നീട് ഒരു സെക്കൻഡ് വേൾഡ് വാർ സംഭവിച്ചു, രണ്ടാം ലോക മഹായുദ്ധം സംഭവിക്കുന്നു. സ്വാഭാവികമായും സർവരാജ്യ സഖ്യം പരാജയപ്പെടുന്നു. മറ്റൊരു ലോകയുദ്ധം കൂടി സംഭവിക്കുമ്പോൾ അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം സംഭവിച്ചതിനെ തുടർന്ന് ഇനിയെങ്കിലും ലോകത്ത് സമാധാനം ഉണ്ടാവണം, മറ്റൊരു യുദ്ധം ഉണ്ടാവാൻ പാടില്ല, ലോക സമാധാനവും സുരക്ഷിതത്വവും മുൻനിർത്തിക്കൊണ്ട് രൂപീകരിച്ച ഐക്യരാഷ്ട്രസഭ അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് എന്ന സംഘടന. ഈ ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ആ പേര് ശ്രദ്ധിക്കുക, UNO എന്ന ആശയം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഇനി വർഷം മാസം ഡേറ്റ് എക്സാമിന് ചോദിക്കും. UN ഔപചാരികമായി നിലവിൽ വന്ന വർഷം 1945 ഒക്ടോബർ മാസം 24-ാം തീയതി. 45 ഒക്ടോബർ 24 UN രൂപീകരിച്ച ഡേറ്റ് 45 ഒക്ടോബർ 24. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 24 UN ദിനമാണ്. ഐക്യരാഷ്ട്രസഭാ ദിനം ഒക്ടോബർ 24-ാം തീയതി. UN എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഇനി വളരെ വിശദമായി പഠിക്കുമ്പോൾ UN എന്ന സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ ട്രീറ്റി അറ്റ്ലാന്റിക് ചാർട്ടർ 1941 അറ്റ്ലാന്റിക് ചാർട്ടർ. ചോദ്യം എന്താ? UNOയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. പ്രീവിയസ് ചോദ്യം 1941 അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. ശ്രദ്ധിച്ചേ, അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച നേതാക്കളെ എക്സാമിന് ഈ അടുത്ത കാലത്ത് ചോദിച്ചു. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിലും ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റുമാണ് 41 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത്. തെറ്റിക്കുകയെ ചെയ്യരുത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UN ആണ്. UN രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. UN രൂപീകരിച്ചത് 45 ഒക്ടോബർ മാസം 24-ാം തീയതിയാണ്. UN രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ 1941. അതിൽ ഒപ്പുവെച്ച പ്രധാന നേതാക്കൾ വിൻസ്റ്റൺ ചർച്ചിലും ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റുമാണ്. പ്രീവിയസ് ആണ്, തെറ്റിക്കല്ലേ. 41 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചു. ഇനി UN സ്ഥാപക നേതാക്കളായി അറിയപ്പെടുന്നത് വിൻസ്റ്റൺ ചർച്ചിലിന്റെയും റൂസ്വെൽറ്റിന്റെയും കൂടെ സ്റ്റാലിൻ, USSRന്റെ സോവിയറ്റ് യൂണിയന്റെ സ്റ്റാലിൻ എന്ന പേര് കൂടി ചേർത്ത് വായിക്കുക. ഒപ്പുവെച്ചതിൽ സ്റ്റാലിനെ പറയുന്നില്ല. ഓക്കെ, അപ്പോ 41 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. UN സ്ഥാപക നേതാക്കൾ ആരൊക്കെയാ? സ്റ്റാലിൻ, വിൻസ്റ്റൺ ചർച്ചിൽ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. മാറിപ്പോവല്ലേ. ഇനി ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് യാൾട്ട കോൺഫറൻസ്. UN രൂപീകരിച്ചത് 45 ഒക്ടോബർ 24. UN രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ 41. രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം യാൾട്ട കോൺഫറൻസ്. മാറിപ്പോവരുത്, പ്രീവിയസ് ചോദ്യങ്ങൾ തന്നെയാണ്. മുന്നോട്ട് പോകുന്നു, ശ്രദ്ധിച്ചേ. ഇനി മറ്റൊരു സ്ഥിരം ചോദ്യമാണ്, UNന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാ? ഫ്രസ്ക
ഫ്രസ്ക എന്ന നമ്മൾ പഠിക്കുക അല്ലെ. ഫ്രഞ്ച് ഉണ്ട്, റഷ്യയുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, അറബിക് ഉണ്ട് അല്ലെ. ഫ്രഞ്ച്, റഷ്യ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ഫ്രസ്കയാണല്ലേ യുഎന്നിന്റെ ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകൾ. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ആറ് ഭാഷകൾ. ഫ്രസ്ക ഫ്രഞ്ച്, റഷ്യ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈന, അറബിക്. ഫ്രസ്കയാണ്, തെറ്റിക്കരുത്. യുഎന്നിന്റെ ആപ്തവാക്യം ഇറ്റ്സ് യുവർ വേൾഡ്, ഇത് നിങ്ങളുടെ ലോകം, ഇത് നിങ്ങളുടെ ലോകം. യുഎന്നിന്റെ ആപ്തവാക്യം എന്താ? ഇത് നിങ്ങളുടെ ലോകം, ഇറ്റ്സ് യുവർ വേൾഡ്. ഭാഷകൾ, ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാ? ഫ്രസ്ക. ആറാണ് ഫ്രസ്ക എന്ന് പഠിക്കുക. മുന്നോട്ട് പോകുമ്പോൾ യുഎന്നിന്റെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. യുഎൻ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. മാൻഹട്ടൻ ന്യൂയോർക്ക് ആണ്. ഇനി യൂറോപ്യൻ ആസ്ഥാനമാണ് ജനീവ. ഓക്കെ, ശ്രദ്ധിച്ചേ, ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം മാൻഹട്ടൻ ന്യൂയോർക്ക് ആണ്. എന്നാൽ യൂറോപ്യൻ ആസ്ഥാനം ജനീവ. ഓക്കെ, ശ്രദ്ധിച്ചേ. ഐക്യരാഷ്ട്രസഭയിലെ നിലവിലെ അംഗരാജ്യങ്ങൾ 193. ആലപ്പുഴ, പാലക്കാട് LDC 2024 ചോദിച്ചു. യുഎന്നിലെ നിലവിലെ അംഗസംഖ്യ 193. 193 ആണ്. ഏറ്റവും അവസാനമായി അംഗമായ രാജ്യം സൗത്ത് സുഡാൻ ആണല്ലേ. ദക്ഷിണ സുഡാൻ 2011 ദക്ഷിണ സുഡാൻ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, 193ാമത്തെ അംഗരാജ്യമായിട്ട്. ഇനി നമുക്ക് നോക്കാം. 45 ജൂൺ മാസം 26 സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് 50 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഒപ്പുവെച്ചു. ഓർത്തു നോക്കിക്കേ, യുഎൻ രൂപീകരിച്ചത് 45 ഒക്ടോബർ 24. യുഎൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ 1941. യുഎൻ രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം യാൾട്ട കോൺഫറൻസ്. അതുപോലെ 45 ജൂണില് ഒപ്പുവെച്ച ഉടമ്പടി നടന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ ഉടമ്പടിയിൽ 50 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ഒപ്പുവെച്ചത്. ഇന്ത്യ യുഎന്നിലെ 29ാമത്തെ രാജ്യമായാണ് ഇന്ത്യ യുഎന്നിൽ അംഗമാവുന്നത്. 50 രാജ്യങ്ങളാണെന്ന് ഒപ്പുവെച്ചത് എന്നോർക്കുക. എന്നാൽ 51ാമത്തെ അംഗരാജ്യമായി മാറിയത് പോളണ്ട് യോഗത്തിൽ പങ്കെടുക്കാതെ അംഗരാജ്യമായി മാറി. മാറിയത് പോളണ്ട്. ഇന്ത്യ 29ാമത്തെ രാജ്യമാണെന്ന് ഓർക്കുക. അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാൻ. ചോദ്യം എന്താ? യുഎന്നിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാനാണ്. മുന്നോട്ട് പോകുമ്പോൾ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം തായ്വാൻ. 2 പേര് പഠിച്ചു. യുഎന്നിൽ ആകെ അംഗങ്ങൾ 193 193ാമത്തെ അംഗമായി എത്തിയത് ദക്ഷിണ സുഡാനാണ്. ആദ്യത്തെ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ 50 രാജ്യങ്ങൾ ഒപ്പുവെക്കുന്നു. ഇന്ത്യ 29ാമത്തെ രാജ്യമായി ജോയിൻ ചെയ്തു. ഒപ്പുവെക്കാതെ അംഗമായത് 51 പോളണ്ട് ആണെന്ന് പഠിച്ചു. അതേസമയം യുഎന്നിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യത്തിന്റെ പേര് വത്തിക്കാൻ. ഏഷ്യൻ രാജ്യം അത് തായ്വാൻ എന്ന് പഠിക്കുക. മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിച്ചത് യുഎന്നിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ കഴിഞ്ഞൊരു എക്സാമിനും ചോദിച്ചു. ട്രിഗ്വേലി നോർവേ. നമ്മൾ വേലി കെട്ടുന്ന എന്തിനാ? മറ്റു വഴികളൊക്കെ അടക്കുന്നു. നോവേ ഇങ്ങനെ പോകാൻ പാടില്ല, വേലി കെട്ടി അടക്കുന്നു. ട്രിഗ്വേലി നോർവേക്കാരനാണ്. ഐക്യരാഷ്ട്രസഭയുടെ യുഎൻഒയുടെ ആദ്യത്തെ പ്രഥമ സെക്രട്ടറി ജനറൽ ആണ് ആര്? അത് ട്രിഗ്വേലി നോർവേക്കാരനാണ്. സ്കാൻഡിനേവിയൻ രാജ്യമാണല്ലേ. ഓക്കെ, രാജിവെച്ച ആദ്യ സെക്രട്ടറി ജനറൽ ശരിയാണല്ലോ. ആദ്യത്തെ സെക്രട്ടറി ജനറൽ രാജിവെച്ച ആദ്യത്തെ സെക്രട്ടറി ജനറൽ യൂറോപ്യൻകാരനായ ആദ്യ സെക്രട്ടറി ജനറൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ സെക്രട്ടറി ജനറൽ. മാറിപ്പോരുത്, ചോദ്യം പ്രധാനമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ പ്രഥമ സെക്രട്ടറി ജനറലിന്റെ പേര് ട്രിഗ്വേലി, നോർവേക്കാരനാണ്. രാജിവെച്ച ആദ്യ സെക്രട്ടറി ജനറൽ, ആദ്യ യൂറോപ്യൻ, ആദ്യ സ്കാൻഡിനേവിയൻ സെക്രട്ടറി ജനറൽ എന്നിങ്ങനെ പ്രാധാന്യമുണ്ട്. എക്സാമിന് ഒരു സ്റ്റാറ്റിക് GK എന്ന രീതിയിൽ ട്രിഗ്വേലി ഇപ്പോഴും ചോദ്യമായി നിൽക്കുന്നു. ഇനി നമ്മളോട് ചോദിച്ചത് നിലവിലെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ്. അദ്ദേഹം ഏതു നാട്ടുകാരനാണെന്ന് എക്സാമിന് ചോദിച്ചു. അത് പോർച്ചുഗീസുകാരനായ ആര്? ആന്റോണിയോ ഗുട്ടറസ് എന്ന് പഠിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആവുന്ന ഒൻപതാമത്തെ
ഒൻപതാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. പോർച്ചുഗലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം UN സെക്രട്ടറി ജനറൽ ആവുന്ന ആദ്യത്തെ വ്യക്തി. എന്താ പറഞ്ഞത്? അതായത് ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യത്തെ വ്യക്തി, UN 9ാമത്തെ സെക്രട്ടറി ജനറൽ. രാജ്യം പോർച്ചുഗീസുകാരനാണ്. നിലവിലെ UN സെക്രട്ടറി ജനറൽ ആണ് ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് എന്ന പേര് ഓർത്തു വെക്കുക. മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ശുദ്ധി പ്രസ്ഥാനം. ശുദ്ധി പ്രസ്ഥാനം. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ചോദ്യം ചോദിച്ചു. ശുദ്ധി പ്രസ്ഥാനം ആര്യ സമാജം, ബ്രഹ്മ സമാജം, അലിഗഡ് പ്രസ്ഥാനം, സമത്വ സമാജം. നമുക്ക് നോക്കാം. സാമൂഹ്യ പരിഷ്കർത്താക്കളെ സംബന്ധിച്ച് സോഷ്യൽ റിഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വാക്കായിരുന്നു ശുദ്ധി പ്രസ്ഥാനം എന്നത്. സോ നമുക്ക് കണക്ട് ചെയ്യുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആര്യ സമാജം. ആര്യ സമാജമാണ് ശുദ്ധി പ്രസ്ഥാനം. ആര്യ സമാജമാണ്. നമുക്ക് നോക്കാം, ശ്രദ്ധിക്കുക. ആര്യ സമാജം സ്ഥാപിതമായത് 1875. 1875 1875 ആര്യ സമാജം രൂപീകരിക്കപ്പെട്ടു. വൺ വേർഡ് ചോദ്യമാണ്. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി. ആര്യ സമാജം ദയാനന്ദ സരസ്വതി 1875. ശ്രദ്ധിച്ചേ, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ. ആര്യ സമാജത്തിന്റെ ആപ്തവാക്യമാണ് ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക. ആ പോയിന്റ് ശ്രദ്ധിക്കുക. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്ന ആപ്തവാക്യം ഉയർത്തിയത് ആര്യ സമാജം ദയാനന്ദ സരസ്വതി 1875. ഓക്കെ, ശ്രദ്ധിക്കുക. ആര്യ സമാജത്തിന്റെ ആദ്യത്തെ യൂണിറ്റ് സ്ഥാപിതമായത് ബോംബെയിലാണ് കേട്ടോ. ബോംബെയിലാണ്. ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് ബോംബെയിലാണ്. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ് അതിന്റെ ആപ്തവാക്യം. സ്വാമി ദയാനന്ദ സരസ്വതി 1875 രൂപീകരിച്ച പ്രസ്ഥാനമാണ് ആര്യ സമാജം. ഇനി 10 തത്വങ്ങൾ. വൺ വേർഡ് ചോദ്യമാണ്. 10 തത്വങ്ങൾ. 10 തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജം. 10 തത്വങ്ങൾ ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക. മറ്റൊരു ചോദ്യം, വേദങ്ങളിലേക്ക് മടങ്ങുക. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം സ്വാമി ദയാനന്ദ സരസ്വതി. 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നത് ആര്യ സമാജം ഉയർത്തിയ ആപ്തവാക്യമാണെങ്കിൽ, വേദങ്ങളിലേക്ക് മടങ്ങുക, ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക ആര്യ സമാജവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദയാനന്ദ സരസ്വതി എന്ന പേര് കണക്ട് ചെയ്യുക. അതുപോലെ 10 തത്വങ്ങൾ, 10 പ്രിൻസിപ്പിൾസ് അഥവാ 10 തത്വങ്ങൾ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം. വേദങ്ങളിലേക്ക് മടങ്ങുക, 10 തത്വങ്ങൾ, ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക, ആര്യ സമാജം ദയാനന്ദ സരസ്വതി 1875. തെറ്റിക്കരുത്, നല്ലൊരു ചോദ്യഭാഗമാണ്, ശ്രദ്ധിക്കുക. സത്യാർത്ഥ പ്രകാശം. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ഒന്നുകൂടി, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. നോക്കിയേ, ദയയുള്ള മനുഷ്യർ, വളരെ സത്യസന്ധരായ മനുഷ്യരായിരിക്കില്ലേ? സത്യസന്ധരായ ആളുകൾ പൊതുവെ ദയുള്ള ആളുകളാണെന്ന് കണക്ട് ചെയ്യുക. സത്യാർത്ഥ പ്രകാശം, സ്വാമി ദയാനന്ദ സരസ്വതി, സത്യാർത്ഥ പ്രകാശം എന്ന് കണക്ട് ചെയ്യുക. ഇനി അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നതിന് വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടനയാണ് ശുദ്ധി പ്രസ്ഥാനം. അപ്പൊ നമ്മളോട് ചോദിച്ചത് ശുദ്ധി പ്രസ്ഥാനം ആരെ കണക്ട് ചെയ്തു? ആര്യ സമാജം അല്ലെങ്കിൽ ദയാനന്ദ സരസ്വതി 1875. ശുദ്ധി പ്രസ്ഥാനം ഓർക്കുക, 10 തത്വങ്ങൾ ഓർക്കുക, വേദങ്ങളിലേക്ക് മടങ്ങുക, ഇന്ത്യക്കാർക്ക് ഹൈന്ദവതയുടെ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നിങ്ങനെ സത്യാർത്ഥ പ്രകാശം എന്ന കൃതി കൃത്യമായി റിവൈസ് ചെയ്യുക.
ആര്യ സമാജം 1875, ദയാനന്ദ സരസ്വതി. മുന്നോട്ട് പോകുന്നു, ശ്രദ്ധിച്ചേ. ഓക്കെ, അടുത്ത ചോദ്യം കേരള ചരിത്രത്തിൽ നിന്നും കേരള ഹിസ്റ്ററിയിൽ നിന്നും തന്നെയുള്ള സോഷ്യൽ റിഫോർമേഷൻസിന്റെ പ്രധാനപ്പെട്ട സംഘടനകൾ, അവയുടെ സ്ഥാപകർ എന്ന ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ്. നല്ലൊരു ചോദ്യം. മാച്ച് ദ ഫോളോയിങ് ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. സോ തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. ആദ്യത്തേത് കുമാര ഗുരുദേവൻ. നമുക്കറിയാം പൊയ്കയിൽ അപ്പച്ചൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ എന്ന കുമാര ഗുരുദേവൻ. PRDS ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചേർത്ത് വായിക്കുന്ന ഏറ്റവും സ്ഥിരം ചോദ്യമാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന PRDS. സംശയം വേണ്ടല്ലോ. കുമാര ഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ശരിയായ ഒരു ഉത്തരവാണ്. സോ എന്തായാലും ആ ഉത്തരം ശരിയായി പരിഗണിക്കുക. വൈകുണ്ഠ സ്വാമികൾ, ആ പേര് തന്നെ നമ്മൾ കേരളത്തിന്റെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദ്യകാല സംഘടനയായ സമത്വ സമാജമാണ് വൈകുണ്ഠ സ്വാമികൾ. സോ ആത്മവിദ്യാസംഘം അല്ല എന്ന് നമുക്കറിയാം. ആത്മവിദ്യാസംഘം ആത്മാർത്ഥമായ വാക്ക് എന്നാണ് നമ്മൾ പഠിച്ചത്. വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദനാണ്. ആത്മാർത്ഥമായ വാക്ക് എന്ന് പഠിച്ചു. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദനാണ്. കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് തെറ്റാണെന്ന് മനസ്സിലായി. പണ്ഡിറ്റ് കെ പി കറുപ്പൻ, കേരളത്തിന്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അരയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പ്രസ്താവന ശരിയായി പഠിക്കുക. അരയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഇനി അയ്യങ്കാളിയെ സമത്വ സമാജവുമായി എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുക? സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി 907 സാധുജന പരിപാലന സംഘവുമായി വരുന്നുണ്ട്. സോ 2, 4 എന്നിവയാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. സോ ബി ശരിയായ ഉത്തരമായി എടുക്കുക. ശരിയല്ലാത്തവയാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ്. 2, 4 എന്നിവയാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ. ഓക്കെ അല്ലേ? ഓക്കെ.